അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞാൻ വണ്ടിയിൽ എണീച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്താലും അതിനെക്കാട്ടുള്ള പോസിറ്റീവ്സും അതേപോലെ നെഗറ്റീവ്സും കാണും. ഈ വണ്ടി ഇപ്പോൾ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന രീതി ഒരു ഫീലിലാണ് ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. മോനെ പൊളി. അപ്പോൾ മുമ്പാണെങ്കിൽ ഞാൻ എക്സ്പൾസിൻ്റെ മോണോഷോക്കറ്റ് റെയർ സസ്പെൻഷൻ്റെ ഹൈറ്റ് മാത്രമായിരുന്നു കൂട്ടിയത്. അപ്പോൾ ഒരു സൈഡ് മാത്രം ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ വണ്ടിയിലെ ഫ്യൂവൽ ഗേജിലും മറ്റേ ഓയിൽ ലെവലൊക്കെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഓയിൽ സർക്കുലേഷനൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഞാൻ കൂട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു പോർഷൻ ബൾജ് ചെയ്ത മുകളടിക്കും. അത് ഞാൻ അങ്ങ് താത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ചിലപ്പോൾ കാശുവലായി കഴിഞ്ഞാൽ ഇവിടുത്തെ ബോൾട്ടൊക്കെ ഒടിഞ്ഞതിൻ്റെ അകത്താവും. ഞാൻ ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് അങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം. എൻ്റെ കാലുവൃത്തി അറിയാൻ പറ്റും. ഞാനിപ്പോൾ എണീച്ചാണ് വണ്ടി നിൽക്കുന്നത്. ഇത്രയും ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് കൂട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിക്കളയാം. ഓടിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഈ സ്റ്റെബിലിറ്റിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷേ ചെറിയ രീതിക്ക് ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതുമായിട്ടൊന്ന് യൂസ് ചെയ്യാവും. പിന്നെ ഇതേപോലെ രീതിക്ക് വെൽഡം ചെയ്ത് ഹൈറ്റൊന്നും കൂട്ടാൻ നിൽക്കരുത്. എനിക്ക് തന്നെ ഒരു പയ്യൻ മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഹൈറ്റ് ഇതേപോലെ കൂട്ടി മോണോഷോക്ക് ബ്രേക്കായിരുന്നു. അതിനുശേഷം ഈ ഇടയ്ക്ക് എനിക്ക് വന്നൊരു മെസ്സേജാണിത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാലേ. അപ്പോൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ തന്നെ സൂട്ടാവുന്ന വേറെ ഒരുപാട് വണ്ടിയിലെ മോണോഷോക്ക് സസ്പെൻഷനൊക്കെ കാണും. അത് വെച്ച് ചെയ്യുക. പിന്നെ ചിലവർ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട് മാത്രം ഹൈറ്റ് കൂട്ടുന്നത് ഫോർക്ക് റൈസറൊക്കെ വെച്ച്. അങ്ങനെ ചെയ്താലും പണി കിട്ടും. നിങ്ങളുടെ ഓയിലിൻ്റെ ലെവലിലൊക്കെ അതിലേക്ക് വ്യത്യാസം വരും. പിന്നെ കോൺസെപ്റ്റൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ ഹൈറ്റ് ഇതാ കൂടുന്നെങ്കിൽ തന്നെ ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിൽ കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യുന്നതൊക്കെ ഒരു മിനിമം ലെവൽ ചെയ്യുക. ഒരുപാടങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ കുറച്ച് റിസ്ക് ആണ്. കാരണം ഇപ്പോൾ തന്നെ ഹൈറ്റ് കൂട്ടിയതിന് ശേഷം വണ്ടി കുറച്ചുകൂടെ എനിക്ക് ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് കൊടുത്ത് ഇതാണെങ്കിൽ എനിക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് പോസിറ്റീവ്സ് പോലെ തന്നെ അതിന് നെഗറ്റീവ്സും ഉണ്ട്. ചെറിയൊരു ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വണ്ടി ഡയറക്ഷൻ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ ബാക്കി പില്ലിന് മെല്ലെ വരുന്നു. അവരിടുന്ന ചെറിയൊരു മൂവ്മെൻറ്റ് തന്നെ നമ്മുടെ വണ്ടിയിൽ നല്ല രീതിക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കും. അതേപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻഡിലെല്ലാം എവിടെയെങ്കിലും തട്ടുകയും എവിടെയെങ്കിലുമൊക്കെ തട്ടി ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഹൈറ്റ് കുറവാണെങ്കിൽ ചെറുതായിട്ട് മാത്രമേ നമ്മുടെ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോകും. അവിടെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. പക്ഷേ ഇത്രയും ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഹാൻഡിലൊക്കെ എവിടെയെങ്കിലും തട്ടി വണ്ടി തിരികെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി രീതിയിൽ വണ്ടി നമ്മളിന്ന് കൺട്രോളിൽ നിന്ന് പോകും. ഇവയിലൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് കാറ്റൊക്കെ അടിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഹൈ സ്പീഡ്സിലാണ്. ഞാൻ നോർമലായിട്ട് ഓടിക്കുന്ന സ്പീഡിലൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ഒരു 70-80 വരെയൊന്നും ഒരു കുഴപ്പമില്ല. 90-100-നകത്തും കുഴപ്പമില്ല. അതിനൊക്കെ എബോവ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാൻ ചെറിയ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ വെൽഡം ചെയ്ത് കൂട്ടായിരിക്കുക മാക്സിമം. അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി റീലിട്ടപ്പോഴും അതിൽ കുറച്ച് ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. ഞാൻ 1 വർഷമായി ഉപയോഗിക്കുന്നു, 2 വർഷം ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഈ നേരത്തെ ഞാൻ ഈ ഒരു മെസ്സേജ് കാണിച്ചല്ലോ. ആ പയ്യൻ 1.5 വർഷം കൊണ്ട് ഉപയോഗിച്ചിട്ട് ആണ് അവൻ ഈ ഒരു പണി കിട്ടിയത്. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മോണോഷോക്കൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഈ സാധനം സെറ്റാണ് ഓടിക്കാൻ വേണ്ടി. വേറെ ഒരു കുഴപ്പമില്ല ഓടിക്കാൻ വേണ്ടി. പിന്നെ എനിക്കെല്ലാം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് വണ്ടി ഒന്ന് മേക്ക് ചെയ്യാനാണ് ഞാൻ ഇതേപോലെ ഒന്ന് ഹൈറ്റ് കൂട്ടിയത്. ഇൻഡിക്കേറ്ററുണ്ട്. ആ ഫാനം മടക്കി അതിൻ്റെ മുകളിൽ ഇട്ടിരുന്നത് എനിക്കങ്ങനെ കാണാനാണ്. ചിലത് കയറി അങ്ങനെ പിടിച്ച് കൂട്ടായതിന് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക്കിലും ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ ചിലവന്മാരൊക്കെ എത്ര പോയിന്റ് കുറഞ്ഞാലും എല്ലാ സ്ഥലത്തും വണ്ടി കയറ്റി ഓടിക്കുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ചിട്ടാണ് ചെയ്യും. പിന്നെ വേറെ ഓടിക്കാനും പറ്റിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ കുറേ നാളിൻ്റെ ബാക്ക് ഹൈറ്റ് ചെയ്ത് ഓടിച്ചതാണ്. പിന്നെ ഫ്രണ്ടും ഹാഫ് അടിപ്പിച്ച് ഹൈറ്റ് ചെയ്തായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹൈറ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഫോർക്ക് റൈസറൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലീക്കും കാര്യങ്ങളൊക്കെ വരും. അതാണ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫോർക്ക് റൈസറൊന്നും ഇടാത്തത്. പിന്നെ കസ്റ്റമായിട്ട് ചെയ്യുന്നെങ്കിൽ കൊറോഷനൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഫോർക്ക് റൈസർ എല്ലാം വാങ്ങിച്ച് വെക്കണം. അല്ലെങ്കിൽ തുരുമ്പൊക്കെ എടുത്ത് ആകെ ടാസ്ക് ആവും. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ബയോയിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ചുമ്മാ കണ്ടിട്ട് ഇറങ്ങിപ്പോൾ അതേ പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്.